കോഫി ചായ. അതെ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. വാടാനപ്പള്ളിയിൽ KC വേണുഗോപാലിനെ അനുകൂലിച്ച് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ട സംഭവത്തിന് പിന്നിൽ CPM ആണെന്ന് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. ഇടതുപക്ഷത്തിന്റെ ഗൂഢാലോചനയാണ് ഇതിലൂടെ പുറത്തായതെന്ന് അദ്ദേഹം ആരോപിച്ചു. നേരത്തെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് കീറിയതിന് പിന്നിൽ ഇടതുപക്ഷക്കാരാണെന്ന് ചാണ്ടി ഉമ്മൻ എടുത്ത നിലപാട് ശരിയാണെന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുകയാണെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളെ അപകീർത്തിപ്പെടുത്തുവാനും പാർട്ടിയിൽ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുവാനുമാണ് CPM ശ്രമിക്കുന്നത്. ഈ വിഷയത്തിൽ CPM ജില്ലാ നേതൃത്വം വ്യക്തമായ മറുപടി പറയണമെന്നും ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജീർണതയുടെ മുഖമാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട CPM പ്രവർത്തകനാണ് ഈ കാര്യം ചെയ്തത്. അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ഷൈന മുഹമ്മദിൻ്റെ ഭർത്താവാണ്. ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്ന് മാത്രമല്ല, അവരുടെ CPMൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹത്തിൻ്റെ ഓഡിയോ സന്ദേശവും വന്നിട്ടുണ്ട്. അങ്ങനെ പരസ്യമായി പറയണമെന്നുണ്ടെങ്കിൽ ഇത് നേതൃത്വത്തിൻ്റെ അറിവോട് കൂടി തന്നെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് CPMൻ്റെ നേതൃത്വം അവരുടെ നിലപാട് വ്യക്തമാക്കണം. 10 വർഷത്തെ ഭരണത്തിൽ മനംനൊന്താണ് പിണറായി വിജയൻ്റെ സർക്കാരിനെ ജനമനസ്സുകളിൽ നിന്ന് തള്ളിവിട്ട് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത്. ഇനിയെങ്കിലും CPM ഇത്തരം കാര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയില്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ CPM പൊടി പോലും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് കടന്നുപോകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ CPM നിലപാട് വ്യക്തമാക്കണം. മാത്രമല്ല, ഇത് ഇത്തരത്തിലൊരു ബോർഡ് വെച്ചതിലൂടെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, നമ്മളുടെ ശത്രുപക്ഷത്തുള്ള അവിടെ ഒരു വിപ്ലവം സൃഷ്ടിക്കാനാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ഗ്രൂപ്പിൽ തന്നെ പറയുന്ന അവരുടെ ഗ്രൂപ്പിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓഡിയോയിൽ വരുന്നുണ്ട്, മത്സരിച്ച സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർ സ്വന്തം പാർട്ടിയിലെ പ്രശ്നങ്ങൾ ആദ്യം തീർക്കട്ടെ. സ്വന്തം കണ്ണിലെ മരക്കഷ്ണം നീക്കിയിട്ടാകാം മറ്റുള്ളവരുടെ കണ്ണിലെ കരട് നീക്കൽ എന്നാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയാൻ. You are watching VCV News.